നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയറിന്റെ പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഏക എളുപ്പമാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മിറർ നോക്കിക്കൊണ്ട് ബാക്കിലെ ടയർ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെ അത് മനസ്സിലാക്കാം? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതിന് നിങ്ങൾ ഇതുപോലെ റൈറ്റ് സൈഡിലെ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു 20% മാത്രം ബോഡി ഏരിയ കാണാവുന്ന പരുവത്തിനും ഒപ്പം തന്നെ നമുക്ക് ഡോർ ഹാൻഡിലും അത്യാവശ്യം നമുക്ക് കാണാവുന്ന പരുവത്തിനും മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുക, ബാക്കിലെ ഡോർ ഹാൻഡിലിന്റെ തൊട്ട് അടിഭാഗത്തായിട്ടാണ് നമ്മളുടെ വാഹനത്തിന്റെ വലത് സൈഡിലെ ടയർ വരുന്നത്. അപ്പൊ ടയറിന്റെ പൊസിഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ബാക്കിലെ ഡോർ ഹാൻഡിലിന്റെ അടിഭാഗം എന്ന് പറയുന്നത്. ഇതിപ്പോ റൈറ്റ് സൈഡ് ഏരിയ. ഇനി ലെഫ്റ്റ് സൈഡ് ഏരിയ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, എനിക്ക് എന്റെ വണ്ടിയുടെ ബോഡി ഏരിയ ഒരു 20% കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഡോർ ഹാൻഡിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ തൊട്ട് ഡോർ ഹാൻഡിലിന്റെ ബാക്കിലെ ഡോർ ഹാൻഡിലിന്റെ അടിയിലാണ് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ബാക്കിലെ ടയർ. ഒപ്പം തന്നെ നിങ്ങൾ മിറർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലുള്ള ഒബ്ജക്റ്റുമായിട്ട് നമ്മുടെ വണ്ടിക്ക് ഇടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കാതിരിക്കാനായിട്ട് നോക്കണം. അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും ചെക്ക് ചെയ്യുന്നത്. നമുക്കിതുകൊണ്ട് ഇപ്പൊ ഇവിടെ ബാക്കിലായിട്ട് നമുക്കിതുകൊണ്ട് ഭിത്തി കാണാം, ബാക്കിൽ കിടക്കുന്ന ഒരു വാഹനം കാണാം, ഈ നിശ്ചിത സ്പേസ് കാണാം. ഈ സ്പേസ് നമ്മൾ മിററിലൂടെ എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിന്റെ സെന്റർ മിറർ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ബാക്ക് സൈഡ് ഇതുപോലെ കാണാവുന്ന, ബാക്കിൽ ആ ഗ്ലാസ് ഏരിയ കാണാവുന്ന പരുവത്തിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക.